നമസ്കാരം. കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളെ വെടിവെച്ച് കൊന്ന പാക് തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടി ഇന്ത്യ നൽകിയത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. കഴിഞ്ഞ വർഷം മെയ് 7-ാം തീയതി ആരംഭിച്ച ഇന്ത്യയുടെ ഈ ഒരു പടയോട്ടം വെറും 72 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനമാകെ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് ഒരു പ്രമുഖ അമേരിക്കൻ പ്രതിരോധ വിദഗ്ധനാണ് ഇന്ന് ഒരു വിശദമായ ലേഖനം ഇതേക്കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ എന്നല്ല ലോകമെമ്പാടും തന്നെ അറിയപ്പെടുന്ന ജോൺ സ്പെൻസർ എന്ന പ്രതിരോധ വിദഗ്ധനാണ് ഇന്ത്യയെ വാനോളം വാഴ്ത്തിക്കൊണ്ട് ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ മുന്നേറ്റം നടത്തിയതായി അമേരിക്കയ്ക്ക് പോലും തോന്നിയിരുന്നു എന്നാണ്, ആദ്യ ഏതാനും മണിക്കൂറുകളിൽ. പക്ഷേ അതൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളത് പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് മനസ്സിലാവുകയായിരുന്നു എന്നും ഇന്ത്യ അതിശക്തമായ തോതിൽ അത് വളരെ പ്ലാനിങ്ങോടുകൂടി കൃത്യതയോടുകൂടി തന്നെയാണ് പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയത് എന്നാണ് ജോൺ സ്പെൻസർ പറയുന്നത്. യുദ്ധം ആരംഭിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യക്ക് പാകിസ്ഥാനെ അടിച്ച് നിരപ്പാക്കാൻ കഴിഞ്ഞത് ഈ അമേരിക്കൻ പ്രതിരോധ വിദഗ്ധൻ ഏറെ അത്ഭുതത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ വെറും വീമ്പടിക്കുകയായിരുന്നു പല കാര്യങ്ങളിലുമെന്നാണ്. ഇന്ത്യയുടെ 3 വിമാനങ്ങൾ വീഴ്ത്തി എന്നൊക്കെ പാകിസ്ഥാൻ പറഞ്ഞത് നുണയായിരുന്നു എന്ന് അമേരിക്കയ്ക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയായിരുന്നു. കൂടാതെ ഇന്ത്യ ആകട്ടെ നമ്മുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന് നൽകിയ കനത്ത തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ സൈനിക മേധാവികൾ വിറയ്ക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്രയും രൂക്ഷമായ രീതിയിലായിരുന്നു ഇന്ത്യ അങ്ങോട്ട് ആക്രമണം നടത്തിയത്. ഇന്ത്യ നടത്തിയത് വെറും ഒരു മിന്നൽ ആക്രമണമായിരുന്നില്ല, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നേരത്തെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വളരെ ഭംഗിയായി തന്നെയാണ് ഈ ഒരു ആക്രമണം നടപ്പിലാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിത S-400 ഇനത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനം 300 കിലോമീറ്റർ അകലെ നിന്ന് എത്തുന്ന പാകിസ്ഥാൻ്റെ മിസൈലുകളെയും ഡ്രോണുകളെയും എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയ കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങൾ ഒന്നടങ്കം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയതും അമേരിക്ക അമ്പരപ്പോടുകൂടി തന്നെയാണ് നോക്കിക്കണ്ടത് എന്നും ജോൺ സ്പെൻസർ ഈ എക്സിൽ കുറിച്ച ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ കൈവശമുള്ള രാജ്യമാണ് എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഒടുവിലെങ്കിലും മനസ്സിലാക്കിയെന്നും അങ്ങനെ യുദ്ധം ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനം കൈവന്നാൽ മതി, അല്ലെങ്കിൽ വെടിനിർത്തലിനായി ഇന്ത്യയുടെ കാലിൽ വീഴേണ്ട അവസ്ഥ വന്നത് എന്നുമാണ് ജോൺ സ്പെൻസർ ഇവിടെ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താനാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് പലതവണ അവകാശപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അമേരിക്കക്കാരൻ തന്നെയായ ഈ ജോൺ സ്പെൻസർ ആകട്ടെ അക്കാര്യം പരാമർശിക്കുന്നതേയില്ല. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇന്ത്യയുടെ സൈനിക ശേഷി ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ആയുധ ശേഷി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ ഒരു ആക്രമണം നടത്തിയത് എന്നും പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഏതൊക്കെ താവളങ്ങളാണ്, സൈനിക താവളങ്ങളും ഭീകര കേന്ദ്രങ്ങളുമാണ് ഇന്ത്യ തകർത്തത് എന്നും അദ്ദേഹം വളരെ വിശദമായി തന്നെ ഈ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. മെയ് 8-ാം തീയതി പാകിസ്ഥാനിലെ ചുനിയൻ, പസ്രൂർ എന്നിവിടങ്ങളിലെ എയർലി വാർണിംഗ് റഡാറുകളും അവരുടെ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ലോഞ്ചറുകളും എല്ലാം തന്നെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയ കാര്യം ജോൺ സ്പെൻസർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് എങ്ങോട്ടാണ് തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ പറത്തേണ്ടത് എന്ന കാര്യത്തിൽ പോലും ആശയക്കുഴപ്പമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവരുടെ എല്ലാവിധ സംവിധാനങ്ങളും ജാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അവർക്ക് നേരെ അതിശക്തമായ തോതിലുള്ള വളരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഈ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് ജോൺ സ്പെൻസർ പറയുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി എന്നെല്ലാം അവർ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടോ അന്നെല്ലാം കനത്ത തിരിച്ചടി തന്നെയാണ് ഏറ്റിട്ടുള്ളത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ അവർക്ക് നൽകിയ തിരിച്ചടി പാകിസ്ഥാന് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല എന്നാണ് ജോൺ സ്പെൻസർ പറയുന്നത്. കാരണം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം, അവരുടെ VVIPകളുടെ വിമാനം സൂക്ഷിച്ചിരിക്കുന്ന വ്യോമസേന താവളം വരെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. ഈ വ്യോമസേന താവളങ്ങളുടെ പുനർനിർമ്മാണം ഇപ്പോൾ പോലും പൂർത്തിയായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത്രയും മാരകമായ പ്രഹരമാണ് ഇന്ത്യ പാകിസ്ഥാന് ഏൽപ്പിച്ചിരുന്നത്. പാകിസ്ഥാനുണ്ടായ തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി മാത്രമല്ല, അവരുടെ കൈവശമുണ്ടായിരുന്ന ചൈനീസ് നിർമ്മിത ആയുധങ്ങളായിരുന്നു എന്നാണ് ജോൺ സ്പെൻസർ പറയുന്നത്. നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഈ ചൈനയുടെ സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്നതൊക്കെ തന്നെ അതിൻ്റെ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ പറയാറുണ്ട് ഇതൊരു ചൈനീസ് സാധനമാണെന്ന്. ഇതേ അവസ്ഥ തന്നെയാണ് പാകിസ്ഥാൻ നേരിട്ടത്. കുറഞ്ഞ വിലയ്ക്ക് അവർ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിക്കൂട്ടി വെച്ചിരുന്ന ആയുധങ്ങളൊന്നും തന്നെ ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളും നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ സ്വായത്തമാക്കിയിട്ടുള്ള മാരകമായ മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമൊക്കെ തന്നെ അതിശക്തമായ തോതിൽ ചീറിപ്പാഞ്ഞെത്തിയപ്പോൾ അവയൊന്നും തന്നെ തടയാനോ പ്രതിരോധിക്കാനോ യാതൊരു സംവിധാനവും പാകിസ്ഥാൻ ഇല്ലായിരുന്നു എന്നാണ് ജോൺ സ്പെൻസർ പറയുന്നത്. നാളെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിൻ്റെ 1-ാം വാർഷികം രാജ്യം ആഘോഷിക്കുന്നത്. ഏതായാലും ഇത്തരമൊരു വേളയിൽ ഒരു അമേരിക്കൻ പ്രതിരോധ വിദഗ്ധൻ തന്നെ ഇന്ത്യയുടെ ഈ ഒരു പ്രതിരോധ ശേഷിയെക്കുറിച്ചും നമ്മുടെ കൃത്യമായ ആസൂത്രണത്തെക്കുറിച്ചൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ലേഖനം എഴുതിയത്
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ അങ്ങേയറ്റം അഭിമാനകരമായ ഒരു നേട്ടമാണ്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ഇതിൽ ഡൊണാൾഡ് ട്രംപിന് എന്തെങ്കിലും പങ്കുള്ളതായി, അതായത് യുദ്ധം അവസാനിപ്പിച്ച ഡൊണാൾഡ് ട്രംപിന് എന്തെങ്കിലും പങ്കുള്ളതായി അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നില്ല എന്നുള്ള കാര്യവും ഏറെ ശ്രദ്ധേയമാണ്.